ഏറ്റവും ആദ്യം ശ്രീ സേനാപതി വേണു, താങ്കളോടാണ് ചോദ്യം. കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പോലും പറയില്ല എന്ന് കോൺഗ്രസ് പാർട്ടി ഉറച്ചു തീരുമാനമെടുത്തിരിക്കുകയാണോ? കാരണം ഇന്ന് സഭയിൽ സംഭവിച്ചത് ഏതാണ്ട് അതിന് സമാനമായ ഒരു കാഴ്ചയാണല്ലോ. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ കോടതിയിലിരിക്കുന്ന ഒരു കാര്യത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അതെടുക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം, ആ വിഷയത്തിൽ അതിന് അപ്പുറം ഒരു പ്രമേയം സർക്കാർ തന്നെ കൊണ്ടുവന്ന് കേരളത്തിന് വേണ്ടി എല്ലാവർക്കും കൈപൊക്കാൻ കിട്ടുന്നൊരു അവസരമുണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ പോയി പ്രതിപക്ഷം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഭരണപക്ഷം പറയുന്നത് BJPയുടെ മനസ്സുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൈപൊക്കാനാകില്ല, അതുകൊണ്ടാണ് ബഹിഷ്കരിച്ചു പോയത് എന്നാണ്. ലാലിന്റെ പ്രസ്താവന തന്നെ അത് എന്താ പറയുന്നത്, അത്യന്തം പ്രതിഷേധാർഹമെന്ന് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ ഒരു പ്രസ്താവന തന്നെ അത് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്കതിനുള്ള മറുപടി. അങ്ങനെ ഒരു BJP മനസ്സോ അല്ലെങ്കിൽ BJPയോ കേന്ദ്രത്തെയോ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സ് കേരളത്തിലെ കോൺഗ്രസിനും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട് എന്ന ഒരു ആരോപണമല്ല, ഒരു ദുരാരോപണം പോലും അത് എന്താ പറഞ്ഞേ, അത് അർഹിക്കുന്ന അവഗണനയോടുകൂടി അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി, അവജ്ഞ എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം അത് കുറച്ച് ഒരു മോശമായ ഒരു പദം എന്ന് തോന്നുന്നുണ്ട്, ഞങ്ങൾ അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി ഞാനിതിനെ കാണുന്നു. ഇത് എൻ്റെ പ്രസ്താവനയല്ല, ഇത് എൻ്റെ ആരോപണമല്ല, ഇത് നിങ്ങളുടെ എതിർപക്ഷം തെളിവുകൾ നിരത്തി പറഞ്ഞതാണ്. നിങ്ങൾ കേരളത്തിൽ ഒരു ഘട്ടത്തിലും സർക്കാർ എടുക്കുന്ന കേന്ദ്രവിരുദ്ധ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നില്ല. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ അതിലില്ല, CPM എൻ്റെ ഒപ്പം ഇല്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ പറയുന്നുമുണ്ട്. അതുപോട്ടെ, ഇന്നിപ്പോൾ നിയമസഭയാണല്ലോ, നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ കൈപൊക്കാൻ കിട്ടിയൊരു അവസരം, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പ്രമേയമുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ പ്രമേയം അവതരിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് അവിടെ നിൽക്കാതിരിക്കാനുള്ളൊരു നാടകം കളിച്ചു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു നാടകവും കളിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ വളരെ മുമ്പേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, CPM-മായി ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു കേന്ദ്രവിരുദ്ധ സമരത്തിന് നിങ്ങളുമായിട്ടില്ല. അതുകൊണ്ടാണ് ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരമാണെങ്കിലും സമ്മേളനമാണെങ്കിലും അതെന്തുമായിക്കൊള്ളട്ടെ, അതിൽ ഞങ്ങളെ ക്ഷണിച്ചപ്പോഴും ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ നിങ്ങളുമായി ഒത്ത് ഒരു സമരത്തിന് ഇപ്പോൾ ഇല്ല. ഇനി ഇന്നത്തെ സാഹചര്യം, അങ്ങ് ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ഞങ്ങളൊരു അടിയന്തര പ്രമേയം ഇന്ന് കൊണ്ടുവന്നു. ഞങ്ങൾ വെറുതെ കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയമല്ല. ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം സഭയിൽ കൊണ്ടുവന്നത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ അതിനപ്പുറമുള്ള ഒരു കാര്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിന് അതിന് പരാതിക്കാരനാരാണ്? ഈ ഒരു വിഷയത്തിൽ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ, SFIയുടെ അന്വേഷണത്തിന് വേണ്ടിയൊക്കെ പോയിരിക്കുന്ന ആളുകൾ BJPക്കാരാണ്. BJPയുടെ പരമോന്നത നേതാക്കളാണ് അച്ഛനും മകനും ഈ കേസിലെ പരാതിക്കാരായിട്ടുള്ളവർ. അവർക്ക് വേണ്ടി ഇന്നത്തെ കേരള നിയമസഭയിൽ നിങ്ങളുടെ ഒരു MLA അടിയന്തര പ്രമേയവുമായി എത്തുന്നു എന്ന് പറയുമ്പോൾ BJPക്കല്ലേ അതിൻ്റെ ഗുണം? അല്ല, പരാതിയുമായി ആര് പോയി എന്നുള്ളതല്ല പ്രസക്തമായ വിഷയം, പരാതിയുടെ കണ്ടന്റാണ്. വാട്ട് ഈസ് ദ കംപ്ലൈൻറ്റ്സ്? പരാതിയുടെ കണ്ടന്റ് ആണ്. പരാതിയുമായി X പോയി, Y പോയി, Z പോയി. ആ പരാതിയിൽ കഴമ്പുണ്ടോ കാമ്പുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആ പരാതിയിൽ കഴമ്പുണ്ട്, അതിൽ കാമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായ ഒരു വിഷയം. ആ വിഷയം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെ ഇഷ്ടംപോലെ മറുപടി പറയുകയും ഇതിനു മുൻപും ഇത് നിയമസഭയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതുമാണ്. പല ഘട്ടങ്ങളിൽ ഇതൊക്കെ ചർച്ചയായിട്ടുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒരു പ്രമേയം വരുന്ന ദിവസം തന്നെ നിങ്ങൾക്കിത് കൊണ്ടുവരണം എന്നുള്ളത് എന്ത് വാശിയായിരുന്നു അത്? അല്ല, ഈ പുതിയ ഘട്ടത്തിൽ ഈ SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം, അത് ആരെക്കുറിച്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്? അത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ നിങ്ങൾക്ക് ഈ അന്വേഷണം നടത്തുന്ന ഏജൻസികളിലൊക്കെ എന്ന് മുതലാണ് ഈ വിശ്വാസം ഉണ്ടായത് എന്നത് വലിയ ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. ഇതാരാണ് അന്വേഷിക്കുന്നത്? ആരുടെ കീഴിലാണ് ഈ അന്വേഷണ ഏജൻസി? ആരാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ഈ പരാതി കൊടുത്തവർ, അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിലൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ സമര മുദ്രാവാക്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവർക്ക് ശക്തി കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
കേന്ദ്രത്തിന് അതല്ലല്ലോ. BJP-ക്ക് നരേന്ദ്രമോദിയുടെ മനസ്സിന് വേദനിക്കരുത് എന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്നെല്ലാവരും പറയുന്ന ഒരു ഘട്ടം വരും. അല്ല, നരേന്ദ്രമോദിയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് ആഗ്രഹിച്ച് നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അവിടെ ഹാർബറിന്റെ ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ, കൊച്ചിയിൽ നേവൽ ബേസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് നരേന്ദ്രമോദിയുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ പോയി നിന്നത് എന്നൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ വിഷയം എന്ന് പറയുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്, അത് വെറുതെ പറയുന്നതല്ലോ. ഒന്നൊരു ക്വാസി ജുഡീഷ്യൽ നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ വിഷയമല്ല നമ്മുടെ ഇന്നത്തെ ചർച്ച. അതവിടെ നിങ്ങൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നും നിങ്ങൾ ഇത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കൈപ്പൊക്കിയില്ല? അതിനൊരു ഉത്തരം ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണല്ലോ. കേന്ദ്രത്തിനെതിരെയാണല്ലോ നിങ്ങൾ മത്സരിക്കുന്നത്. BJP-ക്കെതിരെ നിങ്ങളാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരെ കൈപ്പൊക്കാൻ കിട്ടിയൊരു അവസരം, അത് പൊക്കുന്നില്ല. രണ്ടാമത്, കേരളത്തിന് വേണ്ടി നിങ്ങളുടെ MLA-മാർക്കും MP-മാർക്കും നിങ്ങളുടെ നേതാക്കൾക്കും ഒന്നും പറയാനില്ല. കേരളത്തിന് അവഗണനയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രമേയം. അതിനുവേണ്ടി പറയാൻ പറ്റിയ, ഒരു മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയ ഒരു നല്ല വേദിയാണ് പ്രതിപക്ഷ നേതാവ് ഇല്ലാതാക്കിയത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഒരു വേദിയും ഇല്ലാതാക്കിയില്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടതും, അത് ചെറിയൊരു കാര്യമല്ല, 2 അതോറിറ്റികൾ, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും, 2 കൂട്ടരും കണ്ടെത്തിയിരിക്കുന്ന അതിന്റെ തുടർച്ചയായിട്ടുള്ളൊരു വിഷയം, അത് കേവല വിഷയമല്ല, വലിയ അഴിമതിയെക്കുറിച്ചുള്ള ഒന്നാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഞങ്ങൾ ഇന്ന് കേരളത്തിന്റെ അവഗണന നേരത്തെ തന്നെ സർക്കാർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടൊരു പ്രമേയം ഇന്ന് കേന്ദ്രത്തിനെതിരെ വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അവഗണന ഒരു പ്രശ്നമല്ല, കേരളത്തിന് കിട്ടാത്ത കാര്യങ്ങൾ ഒരു പ്രശ്നമല്ല, കേരളത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത് ഒരു പ്രശ്നമല്ല, ഫെഡറലിസത്തിന്റെ മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്നലെ ശക്തമായ ഒരു ആരോപണം ഉണ്ടായിരിക്കുകയാണ്. ആ ആരോപണത്തിന് നിയമസഭയിൽ ശക്തമായി മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അത് ഉണ്ടാകുമെന്ന് അതുകൂടി അറിഞ്ഞിട്ടാണോ പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടിയത് എന്നത് കൂടി ഒരു ചോദ്യമാണ്. അല്ല, ആരോപണം ഉന്നയിച്ചയാള് ആ ആരോപണം ഒന്ന് സഭയ്ക്ക് പുറത്ത് ഉന്നയിക്കട്ടെ. സഭയ്ക്കകത്ത് അതിന്റെ ഒരു പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണല്ലോ സഭയ്ക്കകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്തല്ലേ ഏറ്റവും കൂടുതൽ തെളിവൊക്കെ ഉണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ ഉള്ള സ്ഥലം അവിടെയല്ലേ നമുക്ക് ഒരു തെളിവുമില്ലാതെ പറയാൻ പറ്റില്ല എന്നൊരു അവസരമൊക്കെ ഉള്ളത്. അവിടെയല്ലേ നമുക്ക് എതിരാളികൾ വെറുതെ പറയുന്നതാണെങ്കിൽ കണക്കിന് മറുപടി കൊടുക്കാൻ പറ്റുന്നത്. വി ഡി സതീശൻ ഒന്നും മിണ്ടുന്നില്ല, സഭയ്ക്കകത്തും പുറത്തും മിണ്ടുന്നില്ല. വി ഡി സതീശൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. അല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ ആരോപണത്തെ കുറിച്ച് അദ്ദേഹം അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതെന്താ പറഞ്ഞത്? ഈ ആരോപണം ഇതൊക്കെ ഒരു സഭയിൽ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ആരോപണമാണ്. ഞാൻ ആരോപണം ഉന്നയിച്ച ആളുടെ ക്രെഡിബിലിറ്റി അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞത് ഇതൊന്നും അല്ലല്ലോ. കണ്ടന്റ് അല്ലേ വളരെ പ്രധാനം. കണ്ടന്റ് എന്ന് പറയുന്നത് 150 കോടി രൂപ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി, സംസ്ഥാനത്ത് IT-യുടെ വികസനം നടക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിനെതിരായി ബാംഗ്ലൂരിൽ നിക്ഷേപിച്ചു എന്ന് അവിടെ നിന്ന് കിട്ടിയെന്നും അവിടെ നിക്ഷേപിച്ചു എന്നുമൊക്കെയാണ് ആ പണം. അതിന്റെ പേരിലാണ് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര എന്നൊക്കെയാണ്. ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരിച്ച് വെല്ലുവിളിക്കണ്ടേ എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്. സാധാരണ അതല്ലേ നമ്മൾ കണ്ടത്? നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ, നിങ്ങൾ ആരോപണം നടത്തുന്നവരൊക്കെ അപ്പുറത്ത് തിരിച്ച് നിങ്ങളെ വെല്ലുവിളിച്ചില്ലേ? നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വന്നില്ലേ പലപ്പോഴും? എന്തുകൊണ്ട് വി ഡി സതീശൻ വെല്ലുവിളിക്കുന്നില്ല? ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്, സഭയ്ക്കകത്തുള്ള ഇമ്മ്യൂണിറ്റിയും സഭയ്ക്കകത്തുള്ള പ്രിവിലേജും ഉള്ള ശ്രീ PV അൻവറിന് ധൈര്യമുണ്ടെങ്കിൽ കോഴിക്കോട് പ്രസ് ക്ലബിലോ അല്ലെങ്കിൽ മലപ്പുറം പ്രസ് ക്ലബിലോ ഈ ആരോപണം ഒന്നും സഭയ്ക്കകത്ത് അങ്ങനെ എന്തും തോന്നിയത് എന്തും പറയാമോ? വായിൽ തോന്നിയത് എന്തും പറയാൻ പറ്റുമോ സഭയ്ക്കകത്ത്? ഇല്ലല്ലോ. അപ്പോൾ PV അൻവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന് അതിനെതിരെ ചോദിക്കാമല്ലോ, പറയാമല്ലോ. എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല? എന്തോ ഒളിക്കാനുണ്ട്. എന്തോ ഒളിക്കാനില്ലെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ PV അൻവറിനെ പോലുള്ള ആളുകൾ
അവര് സഭയ്ക്കകത്ത് ഇത് എന്താ പറഞ്ഞേ, ഇവിടുന്ന് കാർമേഘം പോയി ജപ്പാനിൽ ചെന്ന് അവിടെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പശ്ചിമഘട്ടത്തിൽ സമരം നടത്തുന്നത് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയ ആളാണ് ശ്രീ പി വി അതെ, ഇത് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. ചിരിക്കാനുള്ള വകയാണല്ലോ, വളരെ തമാശയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിടുകയായിരുന്നു. ഒന്നും മറുപടിയായി പറഞ്ഞില്ല. അതാണ് അറിയേണ്ടത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ,